തമിഴ് ചലച്ചിത്ര ലോകത്ത് തന്റെ അഭിനയ മികവ് കൊണ്ട് ആരാധക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടനാണ് സൂര്യ. എന്നാൽ തിരശീലയ്ക്ക് പിന്നിൽ അദ്ദേഹം നടത്തുന്ന നിശബ്ദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സൂര്യ ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയാക്കുന്നത്. നിരവധി വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വെളിച്ചമെത്തിച്ചതിനെക്കുറിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2006 സെപ്റ്റംബർ 25-ന് തന്റെ 35-ാം വയസ്സിലാണ് സൂര്യ അഗരം ഫൗണ്ടേഷൻ തുടക്കമിട്ടത്. വെറും 160 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഈ സംരംഭം ഇന്ന് 6000-ത്തിലധികം വിദ്യാർത്ഥികളുടെ ജീവിതം മാറ്റിമറിച്ചു. അഗരം ഫൗണ്ടേഷന്റെ 15-ാം വാർഷിക ദിനത്തിൽ നടന്ന പരിപാടിയിലാണ് സൂര്യയുടെയും സുമനസിന്റെ കഥകൾ ലോകമറിഞ്ഞത്. 51 ഡോക്ടർമാരെയും 1800-ഓളം എഞ്ചിനീയർമാരെയും വാർത്തെടുക്കാൻ ഈ ഫൗണ്ടേഷന് കഴിഞ്ഞു. 60% പെൺകുട്ടികളാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങളെന്നതും ശ്രദ്ധേയമാണ്. പല പ്രമുഖ കോളേജുകളും അഗരം ഫൗണ്ടേഷനിലെ വിദ്യാർത്ഥികൾക്കായി 700-ഓളം സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. വാർഷികാഘോഷ വേദിയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവിതകഥകൾ പങ്കുവച്ചപ്പോൾ സൂര്യ വികാരധീനനായി. പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും അധ്യാപകരോ അപേക്ഷാ ഫോം വാങ്ങാൻ പണമോ ഇല്ലാത്ത നിരവധി വിദ്യാർത്ഥികളുണ്ടെന്ന് തനിക്ക് മനസ്സിലായെന്നും ആ യാത്രയാണ് ഇപ്പോഴും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതെന്നും ഇതിന്റെ എല്ലാം കാരണം അവരുടെ അശ്രാന്ത പരിശ്രമമാണെന്നും സൂര്യ പറഞ്ഞു. ജയപ്രിയയുടെ ഹൃദയസ്പർശിയായ കഥ അഗരം ഫൗണ്ടേഷന്റെ സഹായത്തിലൂടെ ജീവിതം മെച്ചപ്പെടുത്തിയ ജയപ്രിയ എന്ന പെൺകുട്ടിയുടെ കഥയാണ് സൂര്യയെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. കടലൂരിലെ വൈദ്യുതി ഇല്ലാത്തതും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നതുമായ വീട്ടിൽ നിന്ന് പഠിച്ച് ഉയർന്ന നിലയിലെത്തിയ അവളുടെ കഥ സദസ്സിൽ വലിയ വികാരമുണ്ടാക്കി. ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം അഗരം ഫൗണ്ടേഷന്റെ സഹായം ലഭിച്ചതോടെ ജയപ്രിയയ്ക്ക് തമിഴ്നാട്ടിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ സായിറാമിൽ പഠിക്കാൻ അവസരം ലഭിച്ചു. പിന്നീട് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡലോടെ പഠനം പൂർത്തിയാക്കി. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലൊന്നായ ഇൻഫോസിസിൽ ടെക്നോളജി ലീഡായി ജോലി ചെയ്യുകയാണ് ജയപ്രിയ. നഷ്ടപ്പെട്ടു പോയ വീട് നിയമപരമായി തിരിച്ചുപിടിക്കാനും അമ്മയുടെ പേരിൽ 2 വീടുകൾ സ്വന്തമാക്കാനും അവർക്ക് സാധിച്ചു. പെൺകുട്ടികൾ പഠിക്കട്ടെ എന്ന ജയപ്രിയയുടെ വാക്കുകൾ ശക്തമായൊരു സന്ദേശമാണ് നൽകിയത്.